നമസ്കാരം. കാത്തിരുന്ന ഇലക്ട്രൽ ബോണ്ട് എന്ന ബോംബ് ഒടുവിൽ പൊട്ടിയിരിക്കുന്നു. അതെ, സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം SBI കൈമാറിയ തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ബോണ്ടുകളുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിവരങ്ങളാണ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. www.eci.gov.in ഡിസ്ക്ലോഷർ ഓഫ് ഇലക്ട്രൽ ബോണ്ട്സ് എന്ന വെബ്സൈറ്റിൽ ബോണ്ടിന്റെ വിവരങ്ങൾ ലഭ്യമാണ്. ഏറ്റവും കൂടുതൽ സംഭാവന ലഭിച്ചത് BJPക്ക് തന്നെയാണ്. ആകെ സംഭാവനയുടെ 46.74% BJPക്കാണ് കിട്ടിയത്. 2 പട്ടികകളാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് കടപ്പത്രം വാങ്ങിയ കമ്പനികളുടേതാണ്. അവയുടെ മൂല്യം, തീയതി എന്നിവയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും ബോണ്ടുകളുടെ മൂല്യങ്ങളും അവ എൻക്യാഷ് ചെയ്ത തീയതികളുമുണ്ട്. എന്നാൽ ഓരോ പാർട്ടിക്കും ആരുടെയെല്ലാം പണം ലഭിച്ചു എന്ന വിവരം ലഭ്യമല്ല. കോവിഡ് വാക്സിൻ നിർമ്മിച്ച കമ്പനിയായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ, മേഘ എഞ്ചിനീയറിംഗ്, മുത്തൂറ്റ് ഫിനാൻസ് ലിമിറ്റഡ്, പെഗാസിസ് പ്രോപ്പർട്ടീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, വേദാന്ത ലിമിറ്റഡ്, അപ്പോളോ ടയർസ് ലിമിറ്റഡ്, ബജാജ് ഓട്ടോ ലിമിറ്റഡ്, ബജാജ് ഫിനാൻസ്, ITC, അൾട്രാടെക് സിമന്റ് തുടങ്ങിയ കമ്പനികൾ ബോണ്ട് വാങ്ങിയവരുടെ പട്ടികയിലുണ്ട്. കോൺഗ്രസ്, AIADMK, BRS, ശിവസേന, TDP, തൃണമൂൽ കോൺഗ്രസ്, DMK, ജനതാദൾ, YSRCP, കോൺഗ്രസ്, അകാലിദൾ, ബിജു ജനതാദൾ, NCP, ആം ആദ്മി പാർട്ടി, JDU, RJD, സമാജ്വാദി പാർട്ടി, JMM തുടങ്ങിയവർ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട്. അതേസമയം CPM-ഉം CPI-യും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയിട്ടില്ല. എന്താണ് ഇലക്ട്രൽ ബോണ്ട് എന്ന് ഇനിയും വ്യക്തത വരുത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുക്കി നിർവചിക്കാം. 2017 അരുൺ ജെയ്റ്റ്ലിയാണ് ധനബില്ലിനൊപ്പം ഇലക്ട്രൽ ബോണ്ട് പദ്ധതി അവതരിപ്പിച്ചത്. 2018 ജനുവരി 29 സർക്കാർ ഇലക്ട്രൽ ബോണ്ട് സ്കീം ചർച്ചയില്ലാതെ പാസാക്കി. ധനബില്ലിലാക്കിയായിരുന്നു പദ്ധതി അവതരിപ്പിച്ചത്. വിദേശത്തു നിന്നുൾപ്പെടെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരിട്ട് സംഭാവന സ്വീകരിക്കാവുന്ന തരത്തിലാണ് നിയമം വിഭാവനം ചെയ്തത്. ഏതൊരു ഇന്ത്യൻ പൗരനും സ്ഥാപനത്തിനും ഇത്തരത്തിൽ സംഭാവനകൾ നൽകാം. അതിനായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രത്യേക ശാഖകളിൽ നിന്നും നിശ്ചിത തുകയ്ക്കുള്ള ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയാൽ മതി. നേരത്തെ നിയമപ്രകാരം ഒരു വിദേശ കമ്പനിക്കും രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാൻ കഴിയുമായിരുന്നില്ല. ഇത് ഈ സ്കീം നിലവിൽ വന്നതോടുകൂടി ഇല്ലാതായി. 1951 ജനപ്രാതിനിധ്യ നിയമത്തിന്റെ 29A വകുപ്പ് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട പാർട്ടികൾക്ക് മാത്രമേ ഇലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാൻ കഴിയൂ. അവസാനം നടന്ന പൊതു തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ 1% വോട്ടെങ്കിലും നേടിയിട്ടുണ്ടാവണം. സംഭാവന സ്വീകരിക്കുന്ന അക്കൗണ്ട് അതിനായി മാത്രമുള്ളതായിരിക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കണം എന്ന നിബന്ധന കൂടിയുണ്ട്. കള്ളപ്പണം തടയലാണ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. തെരഞ്ഞെടുപ്പ് ഫണ്ടിങ്ങിനായി കള്ളപ്പണം ഉപയോഗിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകൾ നിരീക്ഷിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. സംഭാവന ചെയ്യുന്നവരുടെ ഐഡന്റിറ്റി സംരക്ഷിക്കുക എന്നൊരു ലക്ഷ്യവും ഇതിനുണ്ട്. വിവരം പുറത്തു വന്നതിന് ശേഷം ഇലക്ട്രൽ ബോണ്ട് സംവിധാനം മികച്ചതായിരുന്നില്ലെന്ന് വ്യക്തമാക്കി ധനമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൽ എല്ലാ രേഖകളും പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി SBIക്ക് വീണ്ടും നോട്ടീസ് അയച്ചിരിക്കുന്നു. പ്രസിദ്ധീകരിച്ച രേഖകളിൽ എന്തുകൊണ്ട് സീരിയൽ നമ്പറുകൾ ഇല്ല എന്ന് കോടതി SBIയോട് ചോദിച്ചു. ഇലക്ട്രൽ ബോണ്ടുകളുടെ സീരിയൽ നമ്പറുകൾ പുറത്തുവിട്ടാൽ ബോണ്ട് നൽകിയത് ആരാണെന്നും പണം ഏത് പാർട്ടിയുടെ അക്കൗണ്ടിലേക്കാണ് പോയതെന്നും വ്യക്തമാകും. ഈ വിഷയത്തിൽ കഴിഞ്ഞ മണിക്കൂർ വരെയുള്ള അപ്ഡേറ്റ് ഒറ്റ നോട്ടത്തിൽ ഇത്രയുമൊക്കെയാണ്. എന്തായാലും ഇലക്ട്രൽ ബോണ്ട് എന്ന തേങ്ങ ഉടയ്ക്കുമ്പോൾ മോദിയുടെ ശിരസ് പിളർന്ന് പാതാളത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ ചേർക്കോടകൻ സ്വാമിമാർ നിശബ്ദരാണ്. പാപിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറു പഴുതുകൂടി അന്തസ്സായി തെറ്റ് തുറന്നു പറയൂ, നാം വെറുതെ വിടാം എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിനും ഇപ്പോൾ മിണ്ടാട്ടമില്ല. കാരണം അവർ പ്രതീക്ഷിച്ച ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല. അതെ, അദാനിയും അംബാനിയും. ഇലക്ട്രൽ ബോണ്ടിൽ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ആ ചർച്ചകൾ പരസ്പരം ആക്രമിക്കാനും ഉപയോഗിക്കാം. പക്ഷേ കഥ ക്ലൈമാക്സിലേക്ക് എത്താൻ ഇനിയും കാത്തിരുന്നേ മതിയാവൂ.